ഹായ് ഹണീസ്. അപ്പോൾ ഒരു കൊച്ചു മോർണിംഗ് റൊട്ടീൻ ആയാലോ. രാവിലെ ഏകദേശം 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ ഇന്ന് അമ്മാളക്കുട്ടിയും കേശുകൊണ്ടും സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. ഒരു ലോങ് ലീവിന് ശേഷമാണ് അമ്മാളും കേശു സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. രണ്ടാളിനും പനിയൊക്കെ ആയിരുന്നു. പിന്നെ ട്രിപ്പ് പോയിട്ട് വന്നു. എല്ലാം കഴിഞ്ഞാൽ ഓണാവധിക്ക് ശേഷം ഇന്നാണ് രണ്ടാളും സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കണമെന്നില്ല കേട്ടോ. പല ദിവസവും എനിക്ക് പല രീതിയായിരിക്കും. അപ്പോൾ ഇന്ന് വന്നിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും തൊണ്ടയ്ക്കൊക്കെ. അപ്പോൾ ഒരു ചുക്ക് കാപ്പി കുടിച്ച് തുടങ്ങാമെന്ന് വെച്ച് നേരെ ചുക്ക് കാപ്പിയൊക്കെ തിളപ്പിച്ച് അമ്മാളെക്കൊണ്ടും കേശുകൊട്ടിനും കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാണ്ട് അടുപ്പത്ത് വെച്ചിട്ട് കാപ്പി കുടിക്കാനായിട്ട് മാറിയത്. ഈ സമയത്തിന് അമ്മാളിന് രാവിലെ ദോശ കൊണ്ടുപോയാൽ മതിയെന്ന് അമ്മാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്കും ഇഡലിക്കും ഉള്ള മാവ് എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടാണ് വന്ന് കാപ്പി കുടിക്കാനായിട്ടിരുന്നത്. കാപ്പിയെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 5:45 കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഇനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ കയറി ദോശയൊക്കെ ചുട്ടെടുത്ത് വിടും. ഒരല്പം നെയ്യൊഴിച്ചാണ് ദോശ ഉണ്ടാക്കുന്നത്. കാരണം അമ്മാൾക്കുട്ടി അങ്ങനെ നെയ്യൊന്നും കഴിക്കുന്ന കൂട്ടത്തിലല്ല. ഇങ്ങനെയെങ്കിലും ഒരല്പം നെയ്യ് ഉള്ളിൽ ചെന്നോട്ടെ എന്ന് വെച്ചാണ് നെയ്യ് ഒഴിച്ച് വിടുന്നത് കേട്ടോ. അമ്മാളുടെ സ്കൂളിൽ വെജിറ്റേറിയൻ മാത്രം അലൗഡ് ആയിട്ടുള്ള നോൺ വെജ് ഒന്നും തന്നെ കയറ്റത്തില്ല. അതുകൊണ്ട് അമ്മാളിനെ ലഞ്ച് കൊടുത്തത് അല്പം ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ വെജിറ്റേറിയനും അമ്മാൾ കൂടി കഴിക്കണമെന്നില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ചോറ് കൊണ്ടുവന്നതിനോട് ഒരു താല്പര്യമില്ല. കാരണം കറി കഴിക്കേണ്ടി വരുമല്ലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് വലിയ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം എന്നോട് പറയും നാളെ എന്തെനിക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. പിന്നെ ആ ദോശയ്ക്ക് ഞാൻ ചമ്മന്തി ആട്ടോ അരക്കുന്നത്. ചമ്മന്തി അരക്കാണ്ട് ഞാൻ തേങ്ങ ചിരണ്ടാറില്ല. കാരണം തേങ്ങ ഇരണ്ടുന്നത് എനിക്കൊരല്പം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോളിയിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. അമ്മാൾക്കുട്ടിക്ക് വെള്ളച്ചമ്മന്തി ഇഷ്ടമല്ല, ചുവപ്പ് ചമ്മന്തിയോടാണ് വലിയ താല്പര്യം. ഇനി വെള്ളച്ചമ്മന്തി കൊടുത്തോളാം അതിൻ്റെ പേര് ചിലപ്പോൾ കഴിക്കാണ്ട് വരും. അതുകൊണ്ടാണ് ചുവപ്പ് ചമ്മന്തി തന്നെ ആയിക്കോട്ടെ ചുവപ്പ് ചമ്മന്തി അരച്ചു. ഇതെല്ലാം മാറ്റി വെച്ചു. പിന്നെ ഇവർക്ക് നമ്മുടെ ഫ്രൂട്ട് ഡേ, അതുപോലെ തന്നെ എന്താ പറയുക സലാഡ് ഡേ, അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ. ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഫുഡും കൊടുത്തുവിടാനായിട്ട്. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ. ആദ്യ സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നേ ആവാം. പിന്നെ ഈ സമയത്തിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഈ അമ്മാളും കേശു എപ്പോഴും തിളപ്പിച്ച വെള്ളമൊന്നുമല്ല കേട്ടോ കുടിക്കുന്നത്. സാധാരണ പച്ചവെള്ളമായിരുന്നു അവർ കുടിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ എപ്പോഴും പനിയാണ് കേട്ടോ. രണ്ടാളിനും എപ്പോഴും പനിയായതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ കേശുക്കുട്ടന് രാവിലെ കാപ്പി കൊടുത്തു അങ്ങനെ കൊണ്ടുപോകുന്നതിനോട് വലിയ താല്പര്യമില്ല. ഉണ്ടാക്കുന്ന രാവിലത്തെ കാപ്പി ആകുമ്പോൾ കേശു എനിക്കത് തീരെ സമയമില്ലാത്ത സമയത്ത് മാത്രമേ കൊടുത്തുവിടാറുള്ളൂ. അങ്ങനെ കാരണം കഴിക്കാറില്ല. അവന് ഫ്രൈഡ് റൈസോ അല്ലെ ചോറോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ഫ്രൈഡ് റൈസ് കൊണ്ടുപോകണം കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ഇച്ചിരി കഴിച്ചിട്ടൊക്കെ വരും. അതുകൊണ്ട് അവന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരല്പം ഇഡലിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അമ്മാളെക്കൊണ്ട് സ്വഭാവമാണ് ചിലപ്പോൾ ദോശ ഉണ്ടാക്കി വെക്കുമ്പോഴേ വന്നിട്ട് ചോദിക്കും എനിക്ക് ഇഡലി മതിയായിരുന്നു പറയും. പിന്നെ നമ്മുടെ സ്നാക്സ് ആയിട്ട് ഞാൻ അല്പം ഫ്രൂട്ട്സ് ആയിട്ടോ കൊടുത്തു വിടുന്നത്. ഇതും കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കൊടുത്തു വിടുന്നതല്ലേ. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ കൊടുത്തു വിടുന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ബോക്സിൽ ഞാനൊരല്പം ഫ്രൂട്ടും നട്ട്സൊക്കെ വെക്കുന്നുണ്ട്. ഇതും പുള്ളിക്കാർ കഴിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ടൈമിലെങ്കിലും എന്തെങ്കിലും ഉള്ളിൽ ചെന്നോട്ടെ എന്ന് വെച്ച് കൊടുത്തു വിടുന്നത് മാത്രമായിട്ടോ. പിന്നെ കേശു കൂടെ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോകാറില്ല. അവനതൊന്നും അങ്ങനെ വലിയ താല്പര്യം ഇതൊന്നുമില്ല. അവർ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് ഇഷ്ടമില്ല കേട്ടോ. ഇത്രയും ദിവസം അവധിയായിരുന്നത് കൊണ്ട് തന്നെ അമ്മാളെക്കൊണ്ട് എഴുന്നേൽക്കാൻ അല്പം മടിയുണ്ട്. കറക്റ്റ് 7:30 അമ്മാളിൻ്റെ ഓട്ടോ വരും. ഇവർക്ക് 8:15 കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ കയറണം. 8:30 ആകുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ അത് അമ്മാളെക്കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്ര ദിവസം പോകാതിരുന്ന് എഴുന്നേൽക്കാന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണ്. സ്കൂളുള്ള ദിവസം മാത്രം ഞാനുമായിട്ട് പിടിയുമ്പലി നടത്തിയാണ് 6:30 ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരി എഴുന്നേറ്റ് വരുന്നത്. സാധാരണ ലഞ്ചെല്ലാം തയ്യാറാക്കി എല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അമ്മാളിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ അവളുടെ ബഹളവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്കിതൊന്നും റെഡിയായിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നും മറക്കരുതല്ലോ. പിന്നെ ആ ചൂട് വെള്ളമായിട്ട് തന്നെ വെള്ളം തണുപ്പിക്കാനായിട്ട് എടുത്ത് മാറ്റിയും കൂടെ വെച്ചു. ഈ സമയത്ത് അമ്മാളെക്കൊണ്ട് എൻ്റെ പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. സാധാരണ മുടി രാവിലെ നനക്കുന്ന പതിവില്ല. കാരണം തലേ ദിവസം തല നനച്ചിട്ടാണ് പുള്ളി കിടക്കാറ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും മുടി രാവിലെ ആകുമ്പോൾ ഉണങ്ങിയിരിക്കുമല്ലോ. 2 വശവും മുടി കെട്ടിക്കൊണ്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഡ്രയർ വെച്ച് ഉണക്കിയെടുത്താണ്. പിന്നെ പുള്ളിക്കാർ കാപ്പ് കുടിക്കോട്ടെ. രാവിലത്തെ കാപ്പ് കുടിയൊക്കെ കഴിഞ്ഞ് പുള്ളിയുടെ എന്തോ എടുക്കാനാണെന്ന് പറഞ്ഞ് മേലോട്ട് കയറി പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ലീവ് റെക്കോർഡെല്ലാം ഒന്ന് സൈൻ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ട് ഏകദേശം 10 ദിവസത്തോളം അമ്മാൾക്കൊണ്ട് ലീവായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്തിനാണ് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൗച്ച് മേളിലായിരുന്നു, അതെടുക്കാൻ പോയതാണെന്ന് കേട്ടോ പറഞ്ഞത്. അവിടെ ഇവിടെ അങ്ങനെ പെൻസിലുകൾ മൊത്തം പെറുക്കി എടുക്കുന്നുണ്ട്. അമ്മാളെക്കുട്ടിക്ക് പൗച്ചിൽ ഒരു 4-5 പെൻസിലെങ്കിലും നിറച്ച് വെച്ചുകൊണ്ട് പോകണം. തിരിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നും കാണില്ല, ചിലപ്പോൾ 1-2 കൂടുതലായിരിക്കും. ഇത് മിക്കപ്പോഴുള്ള പതിവ് കേട്ടോ. എന്താ സംഭവമെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ പ്രാർത്ഥന കേട്ടോ. പ്രാർത്ഥിക്കുന്നത് വേറൊന്നും അല്ല, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണേ, ഫുൾ മാർക്ക് കിട്ടണേ, ഇത് മാത്രമാണ് പുള്ളിയുടെ പ്രാർത്ഥന. പഠിക്കാനായിട്ട് പുള്ളിക്കാർ അല്പം പുറകോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷനും പേടിയൊക്കെ പുള്ളിക്കുണ്ട്. പിന്നെ പുള്ളി മുടങ്ങാതെ ചെയ്യുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് കണ്ടോ, പെൻസിൽ ഷാർപ്പ് ചെയ്യുക. ഡെയിലി എടുത്ത് എത്ര ഷാർപ്പ് ചെയ്ത പെൻസിലാണെങ്കിലും പിന്നെയും ഷാർപ്പ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ പ്രാതം അങ്ങനെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് ഒരു പെൻസിൽ കാണത്തുള്ളൂ. ഈ കൊണ്ടുവന്ന 4 പെൻസിലില്ലേ, അതൊക്കെ ഒറ്റ ടിപ്പിന് അമ്മാളെക്കുട്ടി ഷാർപ്പ് ചെയ്ത് തീർക്കും.
പിന്നെ ഇതാ ഇത് റബ്ബർ മറന്നുപോയി, നമ്മൾ റബ്ബർ എടുക്കാൻ പോയിട്ട് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒന്നും കൂടെ ബാഗ് സെർച്ച് ചെയ്ത് നോക്കും എന്തെങ്കിലും മറന്നു വന്ന്. മിസ്സിന് ഭയങ്കര പേടിയായിട്ടോ, അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തോളൂ. ഇപ്പോൾ ഈ പോകുന്നത് ഓട്ടോമാ വന്നോന്ന് നോക്കാണ്ട് കറക്റ്റ് 7:30 വരേണ്ട ഓട്ടിയാണ്, 7 കഴിഞ്ഞിട്ടും കണ്ടില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ പോയിട്ട് ഓട്ടോമാമനെ കാണാൻ നേരെ അകത്ത് വന്നപ്പോൾ ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ടെന്ന്. ഇത്ര ദിവസം കഴിഞ്ഞ് പോലെ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ നിന്ന് ചോക്ലേറ്റ് കൊടുത്തു. ഈ സമയം നമ്മുടെ കേശുക്കുട്ടൻ്റെ റൈസൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അടച്ചിടാന്ന് പറഞ്ഞ് അതൊക്കെ അടച്ചിട്ടു. പിന്നെ ഇഡലി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഇഡലി എടുത്ത് കുത്തിയൊക്കെ മാറ്റി വെച്ചു. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം ഒന്ന് സെറ്റായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കണം. അപ്പോൾ അതെല്ലാം ഇതിനിടയിൽ കഴിയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ട് വണ്ടി വരുന്നുണ്ടോയെന്ന് ഇടയ്ക്ക് വന്ന് നോക്കണുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി മാറ്റി വെച്ച് കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി പകുതി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുക്കളയുടെ കോലം കണ്ടില്ലേ. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുക്കണം. അത് കുട്ടികൾ രണ്ടുപേരും പോയതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കേട്ടോ, കഴുകലും വാരലും തുടക്കലും എല്ലാം. അപ്പോൾ അത് 7:48 അമ്മാളെ കൊണ്ട് ഓട്ടോ വരാതെ വിളിച്ച് വെച്ചപ്പോഴത്തേക്കും അമ്മാൾ ഇത്ര ദിവസം ലീവല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോ അങ്കിൾ ഇന്ന് അവൾ വരുന്ന കാര്യം ഓർത്തില്ലാന്ന്. അത് എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആട്ടോ, ഞാനും വിളിച്ച് പറഞ്ഞില്ല. പിന്നെ നേരെ ഏട്ടനെ വിളിച്ചു, അമ്മാളിനെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മാളിനെ ആക്കാൻ പോകട്ടെ ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന്. പുള്ളിക്കാരൻ ഉറക്കത്തിൽ നിന്നിട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ വാ, നീ അന്ന് കൊച്ചിനെ ക്ലാസ്സിൽ കൊണ്ട് അയക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അമ്മാളെ കൊണ്ട് സ്കൂള്. അപ്പോൾ അമ്മാളുമാണ് പോകുന്നത്. അമ്മാളിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്ര ദിവസം ലീവാണ്ട് ഇല്ലും ഒന്നും വന്നിരുന്നെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അമ്മാൾ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് വിളിക്കാനായിട്ട് ഓട്ടോ അങ്ങനോട് വിളിച്ചും പറഞ്ഞു. അമ്മാളിനെ നേരെ സ്കൂളിലും കൊണ്ടാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുക കേട്ടോ. ഈ സമയത്ത് ആ സ്കൂളിനോട് നല്ല തിരക്കായിരിക്കും. പിന്നെ വരുന്ന വഴി ഇത് കണ്ടോ, പള്ളിയിലൊക്കെ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉത്സവ സീസണൊക്കെ കഴിഞ്ഞ് ഇനി പള്ളി പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേശുക്കുട്ടിൻ്റെ വീട്ടിൽ ഉറക്കിക്കിടത്തിട്ട് പോയതുകൊണ്ട് നേരെ വന്ന് കഥ തുറന്നു. പക്ഷേ കേശു ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് അടച്ചു വെച്ച് ഇനി കേശുവിൻ്റെ റൈസും കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി കേശുവിൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് കേശുക്കുട്ടിനെ വിളിച്ച് പല്ല് തേപ്പിച്ച് വല്ലതും കൊടുത്ത് കഴിപ്പിച്ച് സ്കൂളിൽ വിടണം. അതാണ് ഇനി എൻ്റെ അടുത്ത ടാസ്ക്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മണിയുടെ സമയം പോകുന്ന അറിയത്തില്ല. ഷൂന്ന് പറഞ്ഞങ്ങ് പൊക്കോളും, ജോലിയല്ലേ. അപ്പോൾ അതാ കേശുവിൻ്റെ റൈസൊക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേശുക്കുട്ടൻ കഴിച്ചിട്ട് വരും കേട്ടോ നന്നായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. പിന്നെ പപ്പടം കേശുക്കുട്ടൻ നിർബന്ധമാണ്. അത് ചോറിൻ്റെ കൂടെ ആണല്ലോ. അതുപോലെ സ്നാക്സ് ഇതിൻ്റെ റൈസിൻ്റെ കൂടെയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പപ്പടം കൊണ്ടുപോകാണ്ട്. പപ്പടം പുള്ളിക്കാരൻ നന്നായിട്ട് കഴിച്ചുകൊള്ളിരുന്നു. പപ്പടം കൊണ്ട് ചോറുണ്ടോ ഒരല്പമെങ്കിലും, വേറെ കറികളൊന്നും തന്നെ ആവശ്യമില്ല. ബാക്കിയുള്ള റൈസൊക്കെ എടുത്ത് ഞാൻ നേരെ പാത്രം ഒഴിക്കാനായിട്ട് എല്ലാം ഒതുക്കി നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സലാഡും കൂടെ ഉണ്ടാക്കി സലാഡും എടുത്ത് വെച്ചു. സലാഡും കേശുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിനിടയ്ക്ക് ഏട്ടന് ചായ കൊടുക്കണമായിരുന്നു. അവൻ പാലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് തേയിലക്കാപ്പി ഇടാമെന്ന് വെച്ചാൽ തേയിലക്കാപ്പി എടുത്ത് ഏട്ടൻ ഇതിനൊക്കെ ചായയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കേശുക്കുട്ടിന് വറുക്കാനായിട്ട് ഒരല്പം ചിക്കൻ എടുത്ത് വെച്ച് 2-3 കഷ്ണം ചിക്കനും വറുക്കാൻ വെച്ച് തീരെ കുഞ്ഞ് പീസായിട്ടാണ് കേട്ടോ വറുക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ കേശുക്കുട്ടിന് എൻ്റെ പല്ല് ഇതാ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് റസ്ക്കും ചായയും കുടിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് റസ്ക് കൊണ്ടുപോയാൽ മതി സ്നാക്സ് ആയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കേശുക്കുട്ടിന് ആ സ്നാക്സ് ബോക്സിൽ 2-3 റസ്ക് അവൻ തന്നെ എടുത്ത് വെച്ച് കേട്ടോ ഇത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റായി. ഈ സമയങ്ങളിൽ നമ്മുടെ കേശുവിൻ്റെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കനും കൂടെ എടുത്ത് കേശുവിൻ്റെ ലഞ്ച് ബോക്സും ഓക്കെ. അതിനുശേഷം എന്താ കേശുക്കുട്ടിനും കുളിച്ച് റെഡിയായെന്ന് പ്രാർത്ഥിച്ച് നേരെ സ്കൂളിലേക്ക് പോകട്ടോ. അപ്പോൾ കേശുക്കുട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി ഞാനാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ കേശുവിൻ്റെ സ്കൂളിലേക്കുള്ളത്. ഇതാണ് നമ്മുടെ കേശുവിൻ്റെ പ്ലേ സ്കൂൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കേശുക്കുട്ടിനെ നമ്മൾ കൊണ്ടാക്കി നേരെ തിരിച്ച് വന്നപ്പോൾ ഏട്ടനും പോയി, കുട്ടികളും പോയി, പിന്നെ ഞാൻ മാത്രം. അങ്ങനെ ഞാനും വന്നിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കേശുക്കുട്ടൻ കൊണ്ടുപോയി അതേ ഫുഡായിട്ട് ഞാൻ എടുത്തത്. അതിനുശേഷം പാത്രങ്ങളായ കഴുകി മാറ്റി വെച്ചു.